ചെറിയ വണ്ടികൾ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടുതലായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കൂടുതലായിട്ടും ക്രിസ്റ്റ അതുപോലെ തന്നെ ഫോർച്യൂണർ ഇങ്ങനത്തെ വണ്ടികളാണ് ഞാൻ കാണിക്കുന്നത്. ചെറിയ വണ്ടികൾ കാണിക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, വണ്ടികൾ കിട്ടണ്ടേ. ഒരു കൊല്ലം മുന്നേക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിവ അതുപോലെ തന്നെ ഹോണ്ട സിറ്റി, എക്കോസ്പോർട്ട്, ഡസ്റ്റർ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ മാർക്കറ്റിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ വണ്ടികളൊന്നും കിട്ടുന്നില്ല. എന്തിന് നമ്മുടെ പഴയ ഇന്നോവ പോലും ഇപ്പോൾ മാർക്കറ്റിലില്ല. ഇപ്പോൾ ഇന്നോവയൊക്കെ ചോദിച്ച് വിളിക്കുന്നതോടെ ഞാൻ ആദ്യം പറയും ഇന്നോവ ചെയ്യുന്നില്ല. കാരണം കുറച്ച് വണ്ടികൾ 2015 16 കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. പക്ഷേ അതിനൊക്കെ 8 ലക്ഷം രൂപയുടെ മുകളിൽ വില ഇവിടെ തന്നെ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇതേ സ്ഥിതി തന്നെയാണ് ലിവയ്ക്കും അതേപോലെ തന്നെ മറ്റു എക്കോസ്പോർട്ടിനൊക്കെ ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. പിന്നെ ഹോണ്ട സിറ്റിക്ക് കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഹോണ്ട സിറ്റിയൊന്നും കറക്റ്റ് കിലോമീറ്റർ, അതായത് കിലോമീറ്റർ ജെന്യൂനായിട്ടുള്ള ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടിയും ഇപ്പോൾ നിലവിൽ ഏതായാലും ഇല്ല. ഇടയ്ക്കൊക്കെ കിട്ടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം മുന്നേ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബറിനെ വണ്ടി വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. മാരുതിയുടെ വാഹനമാണ്. മാരുതി സുസുക്കിയുടെ ഡീസലിലുള്ള സിയാസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കിടക്കുന്ന വാഹനം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വണ്ടി തന്നെയാണ്, ഒരു ഗ്രേ കളറിൽ കിടക്കുന്ന ഒരു വണ്ടി. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ മുകളിലൊന്നും ചെയ്യാനില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടയറുമാണ് വാഹനത്തിനുള്ളത്. മെക്കാനിക്കലൊക്കെ നല്ല വർക്കിങ്ങുമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഓൾറൗണ്ട് ഒന്ന് ആദ്യം കാണിച്ചു തരാം. യെസ്, നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനത്തിന്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫ്രണ്ട് ഗ്ലാസ് തന്നെ തുടങ്ങാം. ഫ്രണ്ട് ഗ്ലാസ് ഇതാ ഒറിജിനൽ ഗ്ലാസ് ആണ്, BH ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബോണറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും ബമ്പർ ആണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുത്തു കഴിഞ്ഞാൽ വേറെ ടച്ചപ്പ് വർക്കിൻ്റെ ഒന്നും ഒരു ആവശ്യം പോലും വരുന്നില്ല. ഈ ഒരു സൈഡിൽ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ടയർ നമുക്ക് ഓടിക്കാനുണ്ട്. DDS ഡീസലിൻ്റെ ബാഡ്ജിങ് അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ ഫെൻഡറിനൊന്നും പ്രശ്നമില്ല. ഈ ഡോറും കുഴപ്പങ്ങളൊന്നുമില്ല. ഗ്ലാസ് BH ആണ്. ഇനി നമുക്ക് ഈ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോറാണ്. ഡോർ പാഡിനൊക്കെ ചെറിയ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെന്തായാലും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടുത്തെ ആ ഒരു റെക്സിൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും മാറ്റി ചെയ്യേണ്ടി വരും. സീറ്റ് കവർ ഇതിൻ്റെ ഒരു തുണിയുടെ പോലത്തെ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ റെക്സിനിലാണ് കാണാറുള്ളത്, പക്ഷേ ഇത് തുണിയിലാണ്. കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 83,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്ററാണ്. മീറ്റർ ടാമ്പറിംഗ് ഒന്നുമില്ല. VDA ആണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. AC, കമ്പനി സ്റ്റീരിയോ, പിന്നെ അതുപോലെ തന്നെ പവർ വിൻഡോസ്, മിറർ ഫോൾഡിങ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും വന്നില്ല. മിറർ ഫോൾഡിങ് ഇല്ലാന്ന് തോന്നുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. യെസ്, ഫോൾഡിങ് ഇല്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളിൽ നിന്ന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. റൂഫ് ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഭാഗങ്ങളിലൊന്നും വേറെ ആക്സിഡൻറ്റിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ഈ ഒരു ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ്. പുറകിലെ സീറ്റ് ഇതാ, റിയർ AC വെൻ്റ് വരുന്നുണ്ട്. റൂഫ് ഇത്രയാണ് ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ പുറകത്തെ ക്വാർട്ടർ പാനലിനകത്തും വേറെ വർക്കൊന്നുമില്ല. ഈ ഒരു ടയർ ഒരു 80% ഉണ്ട്. ഗുഡിയറിൻ്റെ ടയറാണ്, ചൈന ടയറൊന്നുമല്ല. ഈ ഒരു ടയറും യെസ്, ഇതും ഗുഡിയർ തന്നെയാണ്. ടെയിൽ ലാമ്പിലൊന്നും ക്രാക്കൊന്നുമില്ല. പുറകിലും വേറെ മേജറായിട്ടുള്ള ഡെൻ്റൊന്നുമില്ല. ചെറിയൊരു സ്ക്രാച്ച് ഡിക്കിൻ്റെ മുകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഡിക്കി ഡോറ് ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ ഇലകളാണ് കേട്ടോ. കുറേ കാലമായിട്ട് നിർത്തിയിട്ട വണ്ടിയൊന്നുമില്ല. ഇപ്പോൾ ഇത്ര ഇല വീഴാൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ദിവസം തന്നെ നിർത്തിയിട്ടാൽ മതി. ഇവിടെ കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, പക്ഷേ റസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ആക്സിഡൻ്റ് ഒന്നുമില്ല. ഈ ഒരു സൈഡിലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിംഗ് ഒക്കെ കമ്പനി പേസ്റ്റിംഗ് അതുപോലെ തന്നെ ഉണ്ട്. സ്റ്റെപ്പിനി ടയറും ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഒരു ത്രെഡ് ഉണ്ട്. സെഡാൻ വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ പുറകിലൊക്കെ നോക്കണം എന്തെങ്കിലും അടി സംഭവിച്ചിട്ടുണ്ടെന്നല്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തൊന്നും വേറെ അടി ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു സ്ക്രാച്ച് ബമ്പറിനോള്, അതുപോലെ തന്നെ ഈ പുറകിൽ ഡോറിനോള് ചെറിയൊരു സ്ക്രാച്ച്, ഇതൊക്കെ ചിലപ്പോൾ പോളിഷിൽ തന്നെ കിട്ടും. ഈ ഒരു ടയറും അത്യാവശ്യം കട്ടയുണ്ട്. അപ്പോൾ 4 ഗുഡിയറിൻ്റെ ടയറാണ് വണ്ടിയുടെ മുകളിൽ. 4 ടയറും നമുക്കൊരു 90% അടുത്ത് ടയർ ലൈഫ് ഓടാൻ ബാക്കിയുണ്ട്. ഒറിജിനൽ ഡോറാണ്. ഈ ടയറും ഈ ഒരു ഡോറും ഒറിജിനലാണ്.
BH ഇതും BH. അപ്പോൾ എല്ലാ ഗ്ലാസും വണ്ടിയുടേത് ഒറിജിനലാണ്, ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനലാണ്. അതുപോലെ തന്നെ എല്ലാ ഡോറും ഒറിജിനലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം കൂടി നോക്കാം. എൻജിൻ റൂമിൽ ബോണറ്റ് മാറിയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. വർക്കിങ്ങിലൊന്നും യാതൊരു കുഴപ്പമില്ല, അബ്നോർമലായിട്ട് ഉള്ള സൗണ്ടൊന്നുമില്ല, ഓയിൽ ലീക്കേജ് ഒന്നുമില്ല. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. ടൊയോട്ടയുടെ ഡീസൽ പോലെയല്ലല്ലോ മാരുതിയുടെ ഡീസൽ വരുന്നത്. ഇതിൽ സ്മോക്കൊന്നും വരുന്നൊന്നുമില്ല. ചില വണ്ടികളൊക്കെ ഉണ്ടാവും, കുറേ ഓടിയ വണ്ടിക്ക് എഞ്ചിൻ പണിയൊക്കെ ആയ വണ്ടിയൊക്കെ ആണെന്നില്ല ഇതിൽ കൂടെ വെള്ളപ്പുക പുറത്തേക്ക് വരും. അപ്പോൾ ഏതായാലും നിലവിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തൊക്കെയാണ്, ആപ്രോണിലൊക്കെ ആണെങ്കിലും വർക്കൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു ഭാഗങ്ങളൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. ബോണറ്റ് ഒറിജിനലാണ്. ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൻ്റെ അവസ്ഥ. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സിയാസൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. 2017 മോഡലാണ്, VDA ആണ്, സിംഗിൾ ഓണറാണ്, 84,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും വാഹനത്തിനില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,30,000 രൂപയാണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു റേറ്റിൽ വാഹനം വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കോൺടാക്ട് ചെയ്യാൻ ആവശ്യം നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് യൂസ്ഡ് കാർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആ ഗ്രൂപ്പിന് ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതിൻ്റെ ലിങ്കും ഞാൻ ആ ഗ്രൂപ്പിനകത്ത് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.